ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചൊന്ന് നോക്കാം. അപ്പോ ഇത് ഭരണഘടനയുടെ ഒരു വെറും തുടക്കമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആത്മാവും ഒരു ഐഡന്റിറ്റി കാർഡുമാണ് ഈ ആമുഖം. നമ്മുടെ രാജ്യം എന്തിനുവേണ്ടി നിലകൊള്ളുന്നു എന്നതിന്റെ ഒരു ഒറ്റ വാചകത്തിലുള്ള ഉത്തരമാണിത്. ഇതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രധാന ആശയം ഇതാണ്: ഭരണഘടനയുടെ പരമമായ അധികാരം ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. ആമുഖം തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഈ ഭരണഘടന ജനങ്ങൾ അവർക്കായി തന്നെ നൽകുന്നതാണ്. രണ്ടാമതായി, ഇന്ത്യയുടെ സ്വഭാവം എന്താണെന്ന് ഇതിൽ നിർവചിച്ചിട്ടുണ്ട്. വെറും 5 വാക്കുകളിൽ: പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. അതായത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണും, പിന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിരിക്കും നമ്മളെ ഭരിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇതിലെ സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ 1976-ലെ 42ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. അവസാനമായി, എല്ലാ പൗരന്മാർക്കും ഭരണഘടന നൽകുന്ന ഉറപ്പ്. അത് 4 പ്രധാന ആദർശങ്ങളാണ്: നീതി, സ്വാതന്ത്ര്യം, സമത്വം, പിന്നെ സാഹോദര്യം. ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് സംരക്ഷിക്കുക, ഒപ്പം രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കുക എന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മുടെ ദേശീയ മൂല്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും ഹൃദയമാണ്.